എതിരാവുക. തീയാരാധകർ നേരെ തിരിച്ചാണ്. താടി നീട്ടും, അല്ല മീശ നീട്ടും, താടി കളയും. അങ്ങനെ ആവരുത്. നിങ്ങൾ മീശ വെട്ടുക, താടി നീട്ടുക. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാലിഫുൽ മുശ്രിക്കീൻ, നിങ്ങൾ ബഹുദൈവാരാധകരോടെതിരായി വഫിറുല്ലുഹ, താടി യഥേഷ്ടം സ്വതന്ത്രമായി വിടുക. വഫിറുല്ലുഹ വഅഹ്ഫു ശവാരിബ, മീശ വെട്ടുക. ഇൻഷാ അല്ലാഹ് നിയമങ്ങളും ഹുക്മുകളൊക്കെ ഞാൻ പറയാം. അപ്പൊ എന്തായാലും ഈ കാര്യത്തിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പൊ പലരും ചോദിച്ചേക്കാം, ചോദിക്കുമ്പോൾ നമുക്ക് മസല പറയാതിരിക്കാൻ പറ്റൂലല്ലോ. താടി വടിക്കുന്നതിന്റെ വിധി എന്താണ്? കറാഹത്താണ്. താടി വടിക്കുന്നതിന്റെ വിധി കറാഹത്താണ്. എന്നാൽ തെളിവുകളുടെ ബാഹ്യതലത്തിലേക്ക് നോക്കിയിട്ട് അത് ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഫിഖ്ഹിന്റെ തീർച്ചപ്പെടുത്തിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഫിഖ് ഗ്രന്ഥങ്ങൾ പ്രബലമാക്കിയ കാര്യം, പ്രബലമായ അഭിപ്രായ പ്രകാരം താടി വടിക്കുന്നത് കറാഹത്താണ്. പക്ഷെ നീട്ടുക എന്ന് പറഞ്ഞാൽ, താടി വെക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സുന്നത്താ. എടുക്കാൻ കഴിയുന്നവരെടുക്കണം എന്നല്ല. ആ താടി തന്നെ വടിക്കുന്നത് ഹറാമാണെന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. നമ്മൾ പരിഷ്കാരത്തിന്റെ പേരും പറഞ്ഞ്, അന്ധമായ അനുകരണത്തിന്റെ പേരും പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഇന്നത്തെ യുവാക്കളെ പ്രവാചകനെ പാടെ ധിക്കരിച്ച് മീശയും താടിയും ശേഷം ഒഴിവാക്കുന്ന ഒരു പരിപാടി, രണ്ടുമായിട്ട് ഒഴിവാക്കുന്ന പരിപാടിയാണ്. സുബ്ഹാനല്ലാഹ്, ഏറ്റവും കൂടുതൽ എനിക്കൊരു വിഷമം തോന്നിയത് ഇതാ. ഈ മീശയും കൂടെ അങ്ങനെ രണ്ടും കൂടെ അങ്ങോട്ട് ചുരണ്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, എന്തോ ഒരു കോലം കെടുന്ന ഒരു അവസ്ഥ അതിലുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. ഏതായാലും പറയുന്നില്ല, ഞാൻ പറയാം. മീശ വടിക്കാൻ പറ്റൂലേ എന്നിപ്പോൾ ഒരാൾ ചോദിച്ചാൽ നിർവാഹമൊന്നുമില്ലല്ലോ, വടിക്കാം. പഴയകാല ആളുകളിൽ ഉസ്താദുമാരിലൊക്കെ ചിലർ നമുക്ക് കാണാൻ കഴിയും മീശ വടിക്കുന്നവർ. മീശ വടിച്ചാലും വെട്ടിയാലും മീശ നീക്കി എന്ന സുന്നത്ത് കിട്ടും. മീശ വെട്ടിയാലും വടിച്ചാലും മീശ നീക്കി എന്ന സുന്നത്ത് കിട്ടുമെന്ന് പലരും അഭിപ്രായപ്പെട്ടെങ്കിലും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ചുണ്ടിന്റെ ചുവപ്പ് കാണുന്ന രീതിയിൽ മീശ വെട്ടലാണ് ഏറ്റവും നല്ലത്. വടിക്കലെല്ലാം വടിക്കാം, കുഴപ്പമില്ല കേട്ടോ, അത് രണ്ടും റെഡിയാണ്. പക്ഷെ ഏറ്റവും നല്ലത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സുന്നത്ത് രണ്ടേൽക്കാണെങ്കിലും കിട്ടും, മീശന്റെ ചുണ്ടിന്റെ ചുവപ്പ് വെളിവാകുന്ന രൂപത്തിൽ മീശ വെട്ടലാണ് ഏറ്റവും നല്ലത്. അതിലേറെ മീശ ചെറുതാക്കാതിരിക്കാം. മറ്റത് കുഴപ്പമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, അത് ചെയ്യാം, കുഴപ്പമില്ല. കാരണം രണ്ടും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇമാം നവവി പറഞ്ഞത് അതാണ്. നവവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ആ കാര്യം സംബന്ധമായി ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ വിഷയം അതാണ്. അതുപോലെ താടി അത് ഹറാമാണെന്ന് അഭിപ്രായപ്പെട്ടവർ വരെയുണ്ട്. കൃത്യമായി പ്രബലമായ അഭിപ്രായ പ്രകാരം സംസാരിക്കുമ്പോൾ അത് കറാഹത്താണ്. ഇനി അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് നീട്ടുക എന്നുള്ളത് വലിയൊരു സംഗതിയാണ്, വലിയൊരു കൂലിയുള്ള കാര്യമാണ്. ഒരു ചെറിയ താടിയെങ്കിലും വെക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. അത് പറയുമ്പോൾ ഒരു കാര്യവും കൂടെ പറയാനുള്ളത്, ഇതിലൊക്കെ നമുക്ക് പരിഷ്കാരവും ഫാഷനും എന്താണോ അതിനനുസരിച്ച് നീങ്ങാന്നുള്ളതാണ്. കാരണം കുറേ മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, മീശ അങ്ങനെ ഭയങ്കര വളർത്തൽ. മീശയൊക്കെ വളർത്തുമ്പോൾ ബസ്സിലൊക്കെ കയറുമ്പോൾ കാണാം ചില കണ്ടക്ടർമാരൊക്കെ ഇങ്ങനെ മീശ വളർത്തിയിട്ട് ഒന്നായിട്ട് വായിലേക്ക് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. വായിലേക്ക് ഇങ്ങനെ കടന്നിരിക്കുന്നത്, ചുണ്ടിന്റെ ചുവപ്പ് കാണാത്ത രൂപത്തിൽ മീശ വളർത്താൻ പാടില്ല. അത് അപകടമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ പോയി എന്താണോ പരിഷ്കാരം അതിനൊപ്പിച്ച് അങ്ങോട്ട് നീങ്ങാന്നല്ല. എന്നാൽ അതൊന്നുമല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിലൊന്നും സ്വാതന്ത്ര്യമില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അള്ളാഹുവിനെയോ റസൂലിനെയോ ആണ് അംഗീകരിക്കേണ്ടത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, ഖുർആൻ പറഞ്ഞു വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, വിശ്വാസിയായ പുരുഷനും വിശ്വാസിക്കും ഇല്ലാ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറാ, അള്ളയും റസൂലും ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്ക് പിന്നെ അവിടെ ഇല്ല അൻ യകൂന ലഹുമുൽ ഖിയറ, അവർക്കൊരു സ്വാതന്ത്ര്യം പിന്നെ അവിടെ ഉണ്ടാവാൻ പാടില്ല. ഖുർആനാ പറയുന്നത്. അള്ളി റസൂൽ ഒരു കാര്യമാണ് പറഞ്ഞാൽ പിന്നെ നമ്മളൊരു അഭിപ്രായം പിന്നെ അവിടെ പറയണ്ട, നമ്മളെ ഇഷ്ടം എന്താന്ന് നോക്കണ്ട. യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവരുടെ സ്വന്തം വകയായ ഒരു സ്വാതന്ത്ര്യം അവർക്ക് പാടില്ല. വമൻ യഅസില്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും ആരാണോ അനുസരിക്കാത്തത്, ഫഖദ് ളല്ല ളലാലം ബഈദാ, അവൻ വിദൂരമായ പിഴക്കലാണ് പിഴച്ചു പോയിരിക്കുന്നത്. ഫഖദ് ളല്ല ളലാലം ബഈദാ. സൂറത്തുൽ അഹ്സാബ് 33-ാമത്തെ ആയത്തിൽ നമുക്കിത് കാണാം.
അല്ലാഹു തആല പറഞ്ഞു, ഒരു കാര്യം അല്ലാഹു റസൂലാണ് പറഞ്ഞാൽ നിങ്ങളത് ആ രൂപത്തിൽ തന്നെ നിങ്ങളത് ചെയ്യാൻ തയ്യാറാവണം. ഇനി താടിയുടെ കാര്യത്തിൽ ചിലരൊക്കെ സ്വാഭാവികമായിട്ട് സംശയം ചോദിക്കാറുണ്ട്, എങ്ങനെയാ വേണ്ടത്? രണ്ടു പക്ഷവും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സ്വതന്ത്രമായി വിടുക, തീരെ കത്തി കാണിക്കാത്ത പരിപാടി, സ്വതന്ത്രമായി താടിയെ വിടുക. ഇബ്നു ഹജറൊക്കെ പ്രബലമാക്കിയത് അതിനെയാണ്, സ്വതന്ത്രമായി താടിയെ വിടുക. അങ്ങനെ ഉണ്ടാവും. നമ്മുടെ അദ്ദുസ്താദിനെ പോലെയുള്ള ആളുകളൊക്കെ ആ വിഭാഗത്തിലാണ്, സ്വതന്ത്രമായിട്ട് താടിയെ വിടുന്നവരാ, തീരെ തൊടാതെ. അതേസമയം തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, തെന്നിത്തെറിച്ച് നിൽക്കുന്നത് വെട്ടി വടിവൊപ്പിക്കുന്നതിന് കുഴപ്പമില്ല. ആ രണ്ടു ശൈലിയുണ്ട്, രണ്ടു ശൈലിക്കും കുഴപ്പമില്ല. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി സ്വതന്ത്രമായി വിടണമെന്ന പക്ഷത്താൽ, അല്ലാത്തതിനും കുഴപ്പമില്ല. അതാണ് നമ്മുടെ കേരളീയ പണ്ഡിതരിൽ രണ്ടു ശൈലിയും നമുക്ക് കാണാം. രണ്ടും ഇമാമുമാര് പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിൽ വന്ന് കിടക്കുമ്പോൾ ഒരാള് പള്ളിയിൽ ഒരാളെ കാണാനിടയായി. താടിയും തലയുമൊക്കെ പാറി പറന്ന് കിടക്കുന്ന ഒരു സഹോദരൻ. അദ്ദേഹത്തെ കണ്ടപ്പോ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദ് ഫദഖല റജുലുൻ, നബി തങ്ങൾ പള്ളിയിലാണ്. അപ്പോൾ ഒരാൾ വന്ന് കടന്നു. സായിറ റഅസി, തല പാറി പറന്ന ഒരാൾ. വല്ലിഹിയ, താടിയും തലയും ഒക്കെ പാറി പറന്ന ഒരാൾ വന്നു. എന്തോ ഒരു കോലായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സ്വതന്ത്രമായി വിടുകയാണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, എണ്ണിട്ട് ചീകി വെച്ച് നടക്കണം. അത് ഇബ്നു ഹജർ അവിടെ പറഞ്ഞിട്ടുണ്ട്. വികൃതാവൂലേന്ന്. ഇനി വികൃതാകുക എന്ന് പറഞ്ഞത് എണ്ണിട്ട് ചീകി വെച്ചാൽ ആ പ്രശ്നം തീരും. അപ്പൊ അത് നല്ലോണം കൊണ്ടടക്കാൻ അറിയണം, അവരെ അങ്ങനെ വിടാവൂ. അല്ലെങ്കിൽ പിന്നെ അത് മട്ടത്തിന് വടിവെപ്പിച്ച് തെറിച്ച് നിൽക്കുന്ന മുടികളൊക്കെ വെട്ടാം. ആ ശൈലിയാണ് കേരളീയ പണ്ഡിതരിൽ അധിക പേർക്കും. കാരണം അത് കൊണ്ടടക്കാൻ അറിയൂലെങ്കിൽ, കൊണ്ടടക്കാൻ കഴിയൂലെങ്കിൽ അതിനെ നന്നായി ശുശ്രൂഷിക്കേണ്ടി വരും പിന്നെ. അപ്പൊ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇയാൾ ഇതൊന്നും ശ്രദ്ധിക്കാത്തത് പാറി പറന്ന് ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅശാറ ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി, നബി തങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ സൂചിപ്പിച്ചു, ആംഗ്യം ചെയ്ത് ആംഗ്യ ഭാഷയിൽ പറഞ്ഞു, അനി ഖുറുജ്, അനി ഖുറുജ്. നബി തങ്ങൾ പുറത്തു പോകാൻ പറഞ്ഞു, പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞു. നബി തങ്ങൾ ആ ആംഗ്യ ഭാഷയിൽ സംസാരിച്ചത് അയാളുടെ താടിയും മുടിയൊക്കെ നന്നാക്കി വരാനുള്ള കൽപ്പനയാണോ എന്ന് തോന്നുന്നുണ്ട്. അയാൾക്കത് തിരിഞ്ഞു. അയാൾ നേരെ പോയിട്ട് താടിയും തലയും ഒക്കെ നേരെയാക്കി അയാൾ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ പാറി പറഞ്ഞതൊക്കെ ഒന്ന് അങ്ങോട്ട് ഇതാക്കി എന്ന് പറഞ്ഞാൽ അയാൾ ഇതൊന്നും പരിചരിക്കാത്ത ആളാണെന്ന് അർത്ഥം. എണ്ണയിട്ട് റാഹത്താക്കി അത് ചീകി വെച്ച് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ പാറി പറന്ന് ഇങ്ങനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് അത് കണ്ടപ്പോ ഒരു ആ വികൃത രൂപം അതിൽ തോന്നിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞയച്ചതാണ്. അങ്ങനെ അയാൾ അങ്ങനെ ചെയ്തു. സുമ്മറജ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അലൈസ ഹാദാ ഖൈറൻ മിൻ അൻ യഅതിയ അഹദുകും സായിറ റഅസി കഅന്നഹു ശൈത്താൻ. നബി തങ്ങൾ ചോദിച്ചു, അലൈസ ഹാദാ ഖൈറ, ഇതല്ലേ നിങ്ങൾക്ക് നല്ലത്, ഇതല്ലേ ഒരു മുസ്ലിമിന് ഭൂഷണം? മിൻ അൻ യഅതിയ അഹദുകും, നിങ്ങളിൽ ഒരാൾ വരുന്നതിനേക്കാൾ സായിറ റഅസി, തല പാറി പറന്ന്, കഅന്നഹു ശൈത്താൻ, എന്തോ ഒരു ശൈത്താനെ പോലെ അങ്ങനെ വരുന്നതിനേക്കാൾ നല്ലത് അതല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ടാവും, തീരെ കത്തി തൊടിയിക്കാത്തവർ, പക്ഷെ അവർ എണ്ണയും സാങ്ങതയും ഒക്കെ കൊടുത്ത് നല്ലോണം ചീകി വെച്ച് അങ്ങനെയാണ്. അങ്ങനെയുള്ള ഉസ്താമാരൊക്കെ എപ്പോഴും അവരുടെ കയ്യിലൊരു ചീർപ്പുണ്ടാവും, അതുകൊണ്ട് ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കും. ആ താടി ഇങ്ങനെ നേരെ വലിച്ച് വടിവെപ്പിച്ചുകൊണ്ടിരിക്കും. അവരെപ്പോഴും